സ്വർഗത്തിലെ ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ കരുതലും വിശ്വസ്തതയും ഒരു ദിവസം കൂടി ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തുതിയും മഹത്വവും തരട്ടെ. ഇന്ന് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം കടന്നു വന്ന എല്ലാവരെയും നമുക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊല്ലരുത് എന്ന കൽപ്പനയും നിർമൂലമാക്കാനുള്ള നിർദ്ദേശവും എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇതൊരു വൈരുദ്ധ്യമുള്ള വിഷയമാണ്. പക്ഷേ ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചോളം അതിന് വൈരുദ്ധ്യമോ അതിശയോക്തിയോ ഒന്നും ഇല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അത് പലപ്പോഴും ക്രിസ്ത്യാനികളുടെ ദൈവത്തെ അവമാനിക്കുന്നതിനും ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ക്രൂരനായിട്ട് ചിത്രീകരിക്കുന്നതിനൊക്കെ പലപ്പോഴും പലരും ഇത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതും നമുക്കറിയാം. മതങ്ങൾ തമ്മിലുള്ള സംവാദങ്ങളിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഈ സാഹചര്യത്തിൽ ഈ വിഷയം കൂടുതൽ അറിഞ്ഞിരിക്കുന്നതും പഠിക്കുന്നതും നല്ലതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് കൂടുതൽ അനുഗ്രഹപ്രദമാകാനും അതുപോലെ സംശയ നിവാരണത്തിനും ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്ലാസ് എടുക്കുന്ന ജോസ് സഹോദരന് ധാരാളം ദൈവകൃപ ലഭിക്കുവാനും കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയിൽ കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ദൈവവചന പഠനത്തിനായി നമുക്കിങ്ങനെ ഒത്തുചേരുവാൻ ദൈവം സഹായിച്ചു തോർത്ത് പിന്നെയും ദൈവത്തെ സ്തുതിക്കുകയാണ്. പൊതുവെ ആഴമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനായി നാം ക്രമീകരിച്ചിട്ടുള്ള ക്ലാസ് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും നന്മയുമായി തീർന്നിട്ടുണ്ട് എന്നതിന് സംശയമില്ല. പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന പല സംശയങ്ങൾക്കും പര്യാപ്തമായിരിക്കുന്ന ഉത്തരം ക്ലാസ്സുകളിലൂടെയും ചർച്ചകളിലൂടെയും കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഇങ്ങനെയുള്ള നമ്മുടെ ക്ലാസ്സുകൾ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം സകല കൃപയും നമുക്ക് നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതുപോലെ ഇന്നും നമ്മുടെ മുൻപില് ചർച്ചയ്ക്കായി ഒരു വിഷയം വന്നിരിക്കുകയാണ്. നാം കേട്ടതുപോലെ കൊല ചെയ്യരുത് എന്ന കൽപ്പനയും നിർമൂലമാക്കണം എന്ന ദൈവത്തിന്റെ നിർദ്ദേശവും. ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ബൈബിളിന്റെ നിസ്തുല്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്തിലും അങ്ങനെയുള്ള ഒരു സമൂഹത്തിലുമാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ്. ബൈബിൾ പരസ്പര വിരുദ്ധമായിരിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് ചിത്രീകരിക്കുവാൻ സമൂഹത്തിൽ അനേകം ആളുകൾ ഇക്കാലത്തും ശ്രമിക്കുന്നുണ്ട്. മാനുലേട്ടൻ പറഞ്ഞതുപോലെ ഈ വിഷയവും പ്രഥമ കേൾവിയിൽ തന്നെ പരസ്പര വിരുദ്ധമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ ചിന്തയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കൊല ചെയ്യരുത് എന്ന് ദൈവം തൻ്റെ വചനത്തില് കൽപ്പിച്ചിരിക്കുമ്പോൾ തന്നെ അനേകരെ നിർമൂലമാക്കണം, അനേകരെ നശിപ്പിക്കണം, ഇല്ലാതാക്കണം എന്ന് ആ ദൈവം തന്നെ പറയുമ്പോൾ ഇതെങ്ങനെയാണ് പൊരുത്തപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ പ്രാഥമികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിനോ ബൈബിളിലെ ദൈവത്തിനോ പരസ്പര വൈരുദ്ധ്യമായിരിക്കുന്ന യാതൊരു കാര്യങ്ങളുമില്ല
അല്ലെങ്കിൽ ബൈബിളിന് പരസ്പര വിരുദ്ധമായിരിക്കുന്ന പ്രസ്താവനകളൊന്നും ബൈബിളിലില്ല. ബൈബിളിലെ ദൈവം പരസ്പര വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നവനല്ല. എല്ലാം പ്രസ്താവനകളും പരപൂരകങ്ങളായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രസ്താവനകളാണ്. ഒരുപക്ഷെ ഇതുപോലെയുള്ള പല പ്രസ്താവനകളും ബൈബിള് വലിയ ആഴത്തിലൊന്നും പഠിക്കാതെ നമ്മൾ വായിച്ചു വരുമ്പോൾ വൈരുദ്ധ്യം നിറഞ്ഞ പ്രസ്താവനകളായിട്ട് തോന്നാൻ സാധ്യതകളുണ്ട്. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് എന്ന് ദൈവം അരുളി ചെയ്തതിനു ശേഷം ദൈവാലയത്തിൽ കെരൂബുകളുടെ രൂപം ഉണ്ടാക്കുവാനും അതുപോലെയുള്ള പ്രതിമകൾ നിർമ്മിക്കുവാനും പറയുന്ന ദൈവം പരസ്പര വിരുദ്ധമായ കാര്യമല്ലേ പറയുന്നത് എന്ന് പറയുന്നവരായ ആളുകളുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള വെള്ളത്തിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിമ ഉണ്ടാക്കാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് പല ആളുകളും പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വളരെ വൈരുദ്ധ്യമുള്ള പുസ്തകങ്ങളാണ് എന്നുവരെ ചിന്തിക്കുകയും ചിത്രീകരിക്കുകയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും വ്യത്യസ്തരാണ് എന്നുവരെ പഠിപ്പിക്കുന്നവരായ ആളുകളുണ്ട്. യഥാർത്ഥത്തില് അങ്ങനെയുള്ള പഠിപ്പിക്കലുകളും ചിന്താഗതികളൊന്നും ദൈവവചനത്തെ സത്യസന്ധമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വീകാര്യമല്ല. ദൈവവചനം പരസ്പര വിരുദ്ധമായിരിക്കുന്ന ഒരു പുസ്തകമല്ല. അതിനൊരു ഐക്യരൂപം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. സൂക്ഷ്മ പരിശോധനയിൽ ബൈബിളിലെ ഒരു പ്രസ്താവനകളും പരസ്പര വിരുദ്ധമല്ല. ഒരുപക്ഷെ ചില പ്രസ്താവനകൾ പരസ്പരം വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് തോന്നിയാലും വ്യത്യാസമുണ്ടാകാം. വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ അത് പരസ്പര വിരുദ്ധമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. പരസ്പര വിരുദ്ധവും വ്യത്യാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് രണ്ടും രണ്ട് കാര്യമാണ്. ഒരു കാര്യം പറയുന്നതിന് നേരെ എതിര് പറയുന്നതാണ് പരസ്പര വിരുദ്ധം. വ്യത്യാസം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ വരുന്നതായിരിക്കുന്ന ചില വ്യത്യാസങ്ങളാണ്. വ്യത്യസ്തമായ രീതിയിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നോക്കി പരസ്പര വിരുദ്ധമാണ് എന്ന് ചിന്തിക്കേണ്ടതായിരിക്കുന്ന ആവശ്യം ഇല്ല. അതുകൊണ്ട് ഈ വിഷയം സംബന്ധിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന കാര്യം നമുക്ക് പ്രാഥമികമായിട്ട് പരിശോധിക്കാം. ബൈബിൾ പഠിപ്പിക്കുന്നതായിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കൊല ചെയ്യരുത് എന്ന കൽപ്പനയുടെ പ്രസക്തി എന്താണ് എന്ന് നമുക്ക് ആരംഭമായിട്ട് നോക്കുന്നത് നല്ലതാണ്. ന്യായപ്രമാണത്തിൽ 10 കൽപ്പനകളിലെ 6ാമത്തെ കൽപ്പനയായി നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയാണ് കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പന. ന്യായപ്രമാണത്തിൽ കൊല ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവനിഷിദ്ധമാക്കപ്പെട്ട ഒരു പാപമായിട്ടാണ് ദൈവവചനത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. നോഹയുടെ കാലത്ത് തന്നെ ദൈവം കൊല ചെയ്യുന്നതിനെതിരെയുള്ള പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വീണുപോയ മനുഷ്യന്റെ ആദ്യത്തെ പാപവും കൊലപാതകമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെയൊക്കെ ദൈവം അത്തരം പാപത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാനുള്ള മുന്നറിയിപ്പുകളും അങ്ങനെയുള്ള പാപത്തിൽ വീണാൽ മനുഷ്യനോട് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന കാര്യവും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് അത് ന്യായപ്രമാണത്തില് ദൈവം ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. കൊല ചെയ്യരുത് എന്ന കൽപ്പന ദൈവം പ്രത്യേകമായി മനുഷ്യർക്ക് നൽകി എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ആ കൽപ്പന നൽകിയപ്പോൾ അല്ല കൊല ചെയ്യരുത് എന്നുള്ളതായിരിക്കുന്ന പ്രമാണം വന്നിട്ടുള്ളത്. അതിന് മുമ്പേ തന്നെ മനുഷ്യർക്ക് അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന അവബോധം ഉണ്ടാകത്തക്ക നിലയിൽ ദൈവം ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ന്യായപ്രമാണം നൽകിയപ്പോൾ അത് ന്യായപ്രമാണത്തിൽ ഉൾപ്പെടുത്തി 6ാമത്തെ കൽപ്പന എന്ന നിലയിൽ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞു.
എന്താണ് കൊലപാതകം? അതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ ജീവനെയും ജീവിതത്തെയും നശിപ്പിക്കുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ് കൊലപാതകം എന്ന് നമുക്കറിയാം. ഇതാരെ എങ്ങനെ ചെയ്താലും അത് കൊലപാതകമാണ്. അങ്ങനെയുള്ള കൊലപാതകം ചെയ്യരുത് എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതിന്റെ പുറകിൽ വ്യക്തമായിരിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശവും ദൈവം നൽകിയിട്ടുണ്ട്. അത് ഹനിക്കുവാൻ മറ്റൊരു മനുഷ്യനും അവകാശമില്ല. ദൈവം അങ്ങനെ ആർക്കും ആ ഒരു അവകാശം നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള അവകാശമുള്ള ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ജീവനെ നശിപ്പിക്കാൻ എനിക്ക് അനുവാദമില്ല. അവന്റെ ജീവനെ ഞാൻ നശിപ്പിച്ചാൽ, ഞാൻ എടുത്താൽ അത് മടക്കി കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ദൈവം വളരെ കർശനമായ നിലയിൽ മറ്റൊരുവന്റെ ജീവനെയോ ജീവിതത്തെയോ നശിപ്പിക്കുവാൻ പാടില്ല എന്ന് ശക്തമായ നിലയിൽ വിലക്കിയിരിക്കുന്നതാണ് 6-ാമത്തെ കൽപ്പനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാലത്ത് നമ്മൾ നോക്കിയാൽ കൊലപാതകത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭ്രൂണഹത്യ ആധുനിക കാലത്തും മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ കൊലപാതകമാണ്, ഏറ്റവും വലിയൊരു പാപമാണ്. ലിംഗനിർണയം നടത്തിയും അംഗവൈകല്യങ്ങൾ പരിശോധിച്ചും എത്രയോ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. ജനനവും മരണവും ദൈവത്തിന്റെ വിശേഷ അധികാരത്തിൽ ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് മനുഷ്യന് നൽകിയിരിക്കുന്ന, മനുഷ്യന് അതിന്റെ മേൽ യാതൊരു അധികാരവും നൽകിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഇയ്യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തെ കുറിച്ച് ഇയ്യോബ് നന്നായി മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. യഹോവയാണ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ വരുന്നതിനായിട്ടുള്ള ക്രമീകരണം ചെയ്യുന്നത്, അവന് ജീവൻ നൽകുന്നത്. അവന്റെ ജീവനെ എടുക്കുവാനും അവന് മാത്രമാണ് വിശേഷ അധികാരമുള്ളത്, അത് മറ്റാർക്കും നൽകിയിട്ടില്ല. നാം ഒരു ജീവനെ കൊല്ലുക മാത്രമല്ല, ആര് ജീവിക്കണം ആര് മരിക്കണമെന്ന് ഈ ഭ്രൂണഹത്യയിലൂടെ അവരവര് തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ അങ്ങ് പ്രതിഷ്ഠിക്കുകയാണ്. അതൊരിക്കലും ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇസ്രായേൽ രാജാവ് എലീശയോട് പറഞ്ഞതുപോലെ, നയമാനോട് പറഞ്ഞതുപോലെ, എന്താണ്, കൊല്ലാനും ജീവിപ്പാനും ഞാൻ ദൈവമാണോ എന്ന് ചോദിച്ചതുപോലെ, ജീവിപ്പിക്കുവാനും കൊല്ലുവാനും മനുഷ്യരാരും ദൈവമല്ല എന്ന് അതിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഗർഭചിത്രം പോലെയുള്ളതായിരിക്കുന്ന പ്രവൃത്തികൾ ഭയാനകമായിരിക്കുന്ന കൊലപാതകമാണ്. ഭ്രൂണത്തെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് ദൈവമാണ്. ബൈബിൾ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം അങ്ങനെ തന്നെ അത് തന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭത്തിൽ നീ എന്നെ ഉരുവാക്കി. യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നീയല്ലോ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, ഗർഭപാത്രത്തിൽ നിന്നും ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇപ്പൊ മാതാവിന്റെ ഉദരത്തിൽ അണ്ഡബീജ സംയോഗം നടക്കുന്ന നിമിഷത്തിൽ തന്നെ ജീവന്റെ ഉത്ഭവം നടന്നു കഴിഞ്ഞു. ഭ്രൂണത്തിന്റെ വളർച്ച മാത്രമാണ് പിന്നെ നടക്കുന്നത് നമുക്കറിയാം. ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് അമ്മ പ്രസവിച്ച ദിവസമല്ല, മാതാവിന്റെ ഉദരത്തിൽ ജനിച്ച ദിവസമാണ്. ആ ജീവൻ അങ്കുരിച്ചതായിരിക്കുന്ന ദിവസമാണ്. ആധികാരിക രേഖകൾക്കായി പൊതുവെ അംഗീകരിക്കുന്നത് കുഞ്ഞിനെ പ്രസവിച്ച ദിവസം എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ആരംഭം ആ വ്യക്തിയുടെ ജന്മദിവസമാണ് എന്ന് പറയാം. ചൈനയിലും മറ്റും അമ്മയുടെ ഉദരത്തിൽ വസിച്ച കാലം കൂടെ കൂട്ടി 1 വയസ്സ് അധികം പറയുന്ന രീതി ചിലയിടങ്ങളിലുണ്ട്. അതൊരു ശരിയായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറയുന്നത് അവിടെയാണ്. അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു പൂർണ്ണ വ്യക്തിയാണ്. ഒരു പൂർണ്ണ വ്യക്തിയെ ഏത് പ്രായത്തിൽ കൊന്നാലും
അത് കൊലപാതകം തന്നെയാണ്. അത് ഭൂമിയിൽ ജനിച്ചിട്ടാണെങ്കിലും ജനിക്കുന്നതിന് മുമ്പാണെങ്കിലും എവിടെ വെച്ച് കൊന്നാലും അത് കൊലപാതകമാണ്. അപ്പൊ അങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. രാജ്യത്തിന്റെ പരിരക്ഷയും കൂടെ ലഭിക്കുകയാണെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങളെ പല ആളുകളും കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുപോലെയുള്ള വംശഹത്യ, ജാതിഹത്യ, ഇതെല്ലാം കൊലപാതകമാണ്. ചരിത്രത്തില് പല രാജാക്കന്മാരും എത്രയോ ആളുകളെയാണ് നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടുള്ളത്. നീറോ ചക്രവർത്തി, ഹിറ്റ്ലർ, മുസോളിനി, മാവോ സേതുങ്, ഇവരെല്ലാം ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയവരായിരിക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയ വിദ്വേഷം മൂലമാണെങ്കിലും മതവൈരാഗ്യം മൂലമാണെങ്കിലും എത്രയെത്ര കൂട്ടക്കൊലകളാണ് ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബ വഴക്കുകളും കലഹങ്ങളും എത്രയോ കൊലപാതകങ്ങളിലേക്കാണ് സമൂഹത്തിൽ അനേകരെ വലിച്ചിഴയ്ക്കുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ മദ്യവും മയക്കുമരുന്നും, അതുപോലെ അശ്രദ്ധ മൂലമുള്ളതായിരിക്കുന്ന എത്രയെത്ര വാഹന അപകടങ്ങൾ, അശ്രദ്ധമായി രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, ഇങ്ങനെയുള്ള പല നിലയിലും അനേകായിരങ്ങളെ ഒരർത്ഥത്തിൽ കൊല്ലുന്നു. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ ലോകത്തിൽ ധാരാളമായി നടക്കുന്നു എന്നുള്ളത് സങ്കടപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. പരോക്ഷമായിട്ടുള്ള കൊലപാതകങ്ങളുണ്ട്. കീടനാശിനി പ്രയോഗങ്ങൾ, ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കൽ, രാസവസ്തുക്കൾ, മത്സ്യങ്ങളിലും പഴവർഗ്ഗങ്ങളിലും ഒക്കെ ചേർത്ത് അനേകരെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. കൊല ചെയ്യരുത് എന്ന കൽപ്പനയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, പഴയ നിയമത്തിൽ മാത്രമല്ല കൊല ചെയ്യരുത് എന്ന കൽപ്പന ഉള്ളത്. പുതിയ നിയമത്തിലും കൊല ചെയ്യരുത് എന്ന കൽപ്പന നമുക്ക് കാണാം. കൊല ചെയ്യരുത് എന്ന പഴയ നിയമ കൽപ്പനയോട് കർത്താവായ യേശു ക്രിസ്തു ചിലതുകൂടെ കൂട്ടിച്ചേർത്ത് അതും കൊലപാതകം എന്ന നിലയിൽ കർത്താവ് വ്യാഖ്യാനിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവരാജ്യത്തിൽ ഒരു കൊലപാതക ചിന്തയ്ക്ക് പോലും സ്ഥാനമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അകാരണമായിരിക്കുന്ന കോപം, ക്രൂരമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് വ്യക്തിഹത്യ നടത്തുക എല്ലാം കൊലപാതകം പോലെയാണ് യേശുക്രിസ്തു കണക്കാക്കിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പാപങ്ങളുടെ പട്ടികയിൽ കർത്താവ് കൊലപാതകത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് പറഞ്ഞു, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു. പ്രതീകാത്മകമായിട്ടാണ് ആ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? പല നിലയിലുള്ളതായിരിക്കുന്ന ശണ്ടയും വഴക്കും വിശ്വാസികളുടെ ഇടയിൽ വരുമ്പോഴും നിങ്ങൾ കൊല്ലുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. പഴയ നിയമത്തില് വാക്കുകൾ കൊണ്ട് കൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വരുവിൻ, നാം അവനെ നാവ് കൊണ്ട് കൊന്നുകളക. യിരെമ്യാ പ്രവാചകനെതിരെ പ്രവാചകൻ അവർക്കെതിരെ, ജനത്തിനെതിരെയുള്ള പാപത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രതിയോഗികളുടെ വാക്കുകളാണ്, നമുക്കവനെ വാക്കുകളാൽ കൊന്നുകളയാം എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന. അപ്പൊ ഇങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും കൊലപാതകങ്ങളുടെ നിരക്ക് ഏറ്റവും വർദ്ധിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലും കൊല ചെയ്യരുത് എന്ന ശക്തമായിരിക്കുന്ന, പുതിയ നിയമത്തിലും കൊല ചെയ്യരുത്, പഴയ നിയമത്തിലും കൊല ചെയ്യരുത് എന്നുള്ളതായിരിക്കുന്ന കൽപ്പന വളരെ ശക്തമായി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ ഒരു പ്രസ്താവന ഈ തരുണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. അങ്ങനെയാണ് യോഹന്നാൻ പറഞ്ഞത്. നിത്യജീവൻ അവന്റെ ഉള്ളിൽ വസിച്ചിരിപ്പില്ല, വസിക്കുന്നില്ല എന്ന നിലയിലാണ് യോഹന്നാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൊല ചെയ്യരുത് എന്നുള്ളതായിരിക്കുന്ന കൽപ്പന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് വളരെ ശക്തമായ ഭാഷയിൽ അത് കാണാനായിട്ട് സാധിക്കും. സകല കൊലപാതകത്തിന്റെയും പുറകിൽ പ്രവർത്തിക്കുന്നത് പൈശാചികമായിരിക്കുന്ന ശക്തിയാണ്. കർത്താവ് അതിനെ കുറിച്ച് പറഞ്ഞു, കൊല്ലുവാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ലെന്നാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും സമർത്ഥമായിട്ടുണ്ടാകാനുമാണ്. അപ്പോ കൊലപാതകം എന്നുള്ളത് പൈശാചികമായിരിക്കുന്ന പ്രേരണയാൽ, പിശാചിൻ്റെതായിരിക്കുന്ന സ്വാധീനത്താൽ അകപ്പെട്ടതായിരിക്കുന്ന മനുഷ്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാപത്തിന്റെ ഒരു പ്രവൃത്തിയാണ് കൊലപാതകം.
അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുകയാണ്. ദൈവം വളരെ കർശനമായ നിലയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതിനെ വിലക്കിയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. എന്നാൽ രണ്ടാമത് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നൊരു കാര്യം, കൊല ചെയ്യുന്നവരായിരിക്കുന്ന ആളുകൾ, കൊല ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ചെയ്യരുത് എന്ന് പറയുന്നതായിരിക്കുന്ന കൽപ്പനകൾ ലംഘിക്കുന്ന, ആ കൽപ്പന ലംഘിക്കുന്ന മനുഷ്യർ ശിക്ഷിക്കപ്പെടും എന്നും പഴയ നിയമത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. ഈ കൽപ്പനയും പഴയ പുതിയ നിയമങ്ങളിൽ നമുക്ക് കാണാം. പുതിയ നിയമത്തിലാണെങ്കിലും കൊല ചെയ്യുന്ന ആള് ശിക്ഷിക്കപ്പെടുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പഴയ നിയമത്തിലാണെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ കൊല ചെയ്യരുത് എന്ന് കൽപ്പിച്ചതായിരിക്കുന്ന ദൈവം തന്റെ നിയമം ലംഘിക്കുന്നവനെ കൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പരസ്പര വൈരുദ്ധ്യമാണോ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 21:12 മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവന് മരണശിക്ഷ അനുഭവിക്കണം. കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. പുറപ്പാട് 21:14 കൂട്ടുകാരനെ കരുതി കൂട്ടി ചതിച്ചു കൊന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. 21:16 അപ്പനെ അമ്മയെ ശപിക്കുന്നവനും അപ്പനെ അമ്മയെ അടിക്കുന്നവനും മരണശിക്ഷ അനുഭവിക്കണം. ആവർത്തനം 29:7 മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം. അതുപോലെ ഇങ്ങനെ പല നിയമങ്ങളും ലംഘിക്കുന്നവർക്ക് പഴയ നിയമത്തിൽ നൽകിയതായിരിക്കുന്ന ശിക്ഷ വധശിക്ഷയാണ്, മരണശിക്ഷയാണ്. അങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. കൊല ചെയ്യരുത് എന്ന് കൽപ്പിച്ച ദൈവം തന്നെയാണ് മരണശിക്ഷയും വിധിച്ചിരിക്കുന്നത്. ഈ രണ്ട് നിയമങ്ങളും പരസ്പര വിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അത് പരസ്പര വിരുദ്ധമല്ല. പരസ്പര വിരുദ്ധമാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ പരസ്പര വിരുദ്ധമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ഒന്നാമത്, കൊല ചെയ്യരുത് എന്നത് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കൽപ്പനയാണ്. ആ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൽപ്പനയാണ്. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കരുണയുടെയും ദൈവസ്നേഹത്തിന്റെയും ഒരു പ്രകടനമാണ് യഥാർത്ഥത്തിൽ ആ കൽപ്പനയിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരാളുടെ ജീവനെ അപഹരിക്കുവാൻ, മറ്റൊരാൾക്ക് ജീവിക്കുവാനുള്ള അവന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുവാൻ ആർക്കും അനുവാദമില്ല. അത് മനുഷ്യ സമൂഹത്തോടുള്ള ദൈവത്തിന്റെ കരുണയുടെ ഭാഗമാണ്. ദൈവസ്നേഹത്തിന്റെ പ്രകടനമാണ് ആ കൽപ്പനയിൽ ദൈവം വെളിപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ കൽപ്പന ലംഘിക്കുന്നവരായിരിക്കുന്ന ആളുകളെ ശിക്ഷിക്കണം, അവരെ കൊല്ലണം, അവർക്ക് വധശിക്ഷ കൽപ്പിക്കണം എന്ന് ദൈവം പറയുമ്പോൾ, കൊല്ലരുത് എന്നുള്ള നിയമം ലംഘിക്കുന്നവർക്ക് ദൈവം നൽകുന്നതായിരിക്കുന്ന ശിക്ഷയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. രണ്ടും കൊലയാണെങ്കിലും വധശിക്ഷ കൊല ചെയ്യരുത് എന്ന കൽപ്പനയുടെ ലംഘനമായിട്ടല്ല കണക്കാക്കുന്നത്. കാരണം ഒന്ന് ഒരു തെറ്റ് ചെയ്യരുത് എന്നുള്ള നിയമവും മറ്റൊന്ന് ആ തെറ്റ് ചെയ്താൽ ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ശിക്ഷയുമാണ്. അപ്പൊ അത് പരസ്പര വിരുദ്ധമല്ല. അത് തെറ്റ് ചെയ്യുവാൻ ചെയ്തവനുള്ളതായിരിക്കുന്ന ശിക്ഷയും മറ്റുള്ളവർ തെറ്റ് ചെയ്യാതിരിക്കാനുള്ളതായിരിക്കുന്ന മുന്നറിയിപ്പുമാണ്. ശിക്ഷ നൽകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ദൈവം നീതിമാനാണ്, ദൈവം വിശുദ്ധനാണ് എന്ന കാര്യവും അതിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കൊല ചെയ്യരുത് എന്ന് ദൈവം പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹവും കരുണയും മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ കൊല ചെയ്യുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് ദൈവം നീതിമാനാണ്, ദൈവം വിശുദ്ധനാണ് എന്നതിന്റെ ഒരു വെളിപ്പെടുത്തലിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് തമ്മിൽ പരസ്പര വിരുദ്ധമായിരിക്കുന്ന ഒരു കാര്യമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു ക്ലാസ്സിലെ കുട്ടികളോട് അധ്യാപകൻ പറയുകയാണ് ആരും മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെയാണത്. ഉത്തരം നൽകുന്ന കുട്ടി ആരും മിണ്ടാതിരിക്കണം എന്ന് പറയുന്ന കൽപ്പന ലംഘിക്കുന്നില്ല. പക്ഷെ ആദ്യത്തെ കൽപ്പന എന്താ? ആരും മിണ്ടാതിരിക്കണം. എന്നിട്ടൊരു കുട്ടിയോട് പറയുകയാണ്, ഒരു ചോദ്യം ചോദിക്കുകയാണ്,
ആ ചോദ്യത്തിന് ഉത്തരം ആ കുട്ടി പറയുകയാണ്. ആ ഉത്തരം അധ്യാപകൻ ആദ്യം നൽകിയ കൽപ്പനയുടെ ലംഘനമല്ല. എന്ന് പറഞ്ഞതുപോലെ കൊല ചെയ്യരുത് എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുമ്പോൾ തന്നെ കൊല ചെയ്യുന്നവനെ ദൈവം ശിക്ഷിക്കുന്നുവെങ്കിൽ അത് ആദ്യ കൽപ്പനയുടെ ലംഘനമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുകയില്ല. അത് ലംഘനമായിട്ട് ആരും ചിന്തിക്കുകയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ രണ്ട് പ്രസ്താവനകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് പരസ്പര വിരുദ്ധമായിരിക്കുന്ന പ്രസ്താവനകളല്ല, പരപൂരകങ്ങളായിരിക്കുന്ന പ്രസ്താവനകളാണ്. ദൈവത്തിന്റെ എല്ലാവിധ സ്വഭാവ സവിശേഷതകളും ഈ കൽപ്പനകളിലൂടെ യഥാർത്ഥത്തിൽ ദൈവം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തിന്മയോടുള്ള ദൈവത്തിന്റെ മനോഭാവവും പ്രതികരണവും നമുക്ക് ഈ കൽപ്പനകളില് ദർശിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, പഴയ നിയമത്തില് തെറ്റിനുള്ളതായിരിക്കുന്ന ശിക്ഷ വിധിച്ച ദൈവം പുതിയ നിയമത്തിലും തെറ്റിന് ശിക്ഷ വിധിക്കുന്നവനായ ദൈവമാണ്. അതിന്റെ രീതിയിലും അതിന്റെ സമയത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ പൊതുവെ പറഞ്ഞാൽ പുതിയ നിയമത്തിലും ദൈവം തെറ്റിനുള്ളതായിരിക്കുന്ന ശിക്ഷ വിധിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഉദാഹരണത്തിന് എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദയിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അപ്പൊ ഇത് പുതിയ നിയമത്തിലെ ഒരു പ്രസ്താവനയാണ്. അത് തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പഴയ നിയമത്തിലെ നിയമങ്ങൾ ലംഘിക്കുന്നവരായിരിക്കുന്ന ആളുകള് കഠിനമായിരിക്കുന്ന ശിക്ഷാവിധിക്ക് പാത്രമാകുന്നു. അതുപോലെ തന്നെ സുവിശേഷത്തെ അവഗണിക്കുന്ന, സുവിശേഷത്തെ നിഷേധിക്കുന്ന ആളുകളും അതുപോലെയുള്ള ന്യായവിധിക്ക് യോഗ്യരായിത്തീരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? പാപം ചെയ്യുന്ന, തിന്മ പ്രവർത്തിക്കുന്ന, നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കുന്നു എന്നാണ്. മാത്രമല്ല ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ തെറ്റിനുള്ള ശിക്ഷ വിധിച്ചതായിരിക്കുന്ന ദൈവം പുതിയ നിയമത്തിലും തെറ്റിനുള്ളതായിരിക്കുന്ന ശിക്ഷ വിധിക്കുന്ന ദൈവം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ദൈവം മാനസാന്തരത്തിനും രക്ഷയ്ക്കുമുള്ളതായിരിക്കുന്ന അവസരവും സമയവുമാണ് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. അതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. കർത്താവായ യേശു ക്രിസ്തുവും കൊല ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് ന്യായവിധി, ന്യായാധിപ സഭ, നരകവിധി, ഈ 3 നിലയിലുള്ളതായിരിക്കുന്ന ശിക്ഷകളെ കുറിച്ച് കൊല ചെയ്യരുത് എന്ന് മത്തായി സുവിശേഷത്തിൽ കർത്താവ് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നുണ്ട്. അപ്പൊ കൊല ചെയ്യുന്നവരും മറ്റു പാപജീവിതം നയിക്കുന്നവർക്കും ഉള്ള ശിക്ഷയെ കുറിച്ച് നമ്മുടെ കർത്താവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. പുതിയ നിയമത്തിലും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ഒടുവിൽ വെളിപ്പാട് പുസ്തകം 21:8 നമ്മൾ വായിക്കുന്നത്, കൊലപാതകവും അതിനോട് ചേർന്നുള്ളതായിരിക്കുന്ന പാപപ്രവർത്തികളും ചെയ്യുന്നവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുക. അപ്പൊ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും പാപത്തിനുള്ളതായിരിക്കുന്ന ശിക്ഷ, പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന പൊതു പ്രമാണം ഇതിലൂടെയൊക്കെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. പാപത്തെ ദൈവം ശിക്ഷിക്കുന്നു. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊന്നും വ്യത്യാസമില്ല. അങ്ങനെ ഒരു തോന്നൽ പലപ്പോഴും നമുക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്? കൊല ചെയ്യുന്നവൻ അല്ലെങ്കിൽ മറ്റ് നിയമങ്ങൾ ലംഘിക്കുന്നവരായിരിക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടും. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം മാറ്റമില്ലാതെ വെളിപ്പെടുത്തിയിട്ടുള്ള
സത്യങ്ങളാണ് എന്ന് നമുക്ക് കാണാം. ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു കൽപ്പനയാണ് ഈ നിർമൂലമാക്കണം എന്നുള്ളതായിരിക്കുന്ന കൽപ്പന. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, ആ വാക്യങ്ങൾ മാത്രമല്ല, പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളിൽ നിർമൂലമാക്കണം എന്ന കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. ആവർത്തനം 1-2 പറയുമ്പോൾ അവിടെ കനാനില് ഇസ്രായേൽ മക്കള് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളതായിരിക്കുന്ന 7 ജാതികളെ നിർമൂലമാക്കി കളയണം എന്ന് ദൈവം ഇസ്രായേലിനോട് കൽപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ഈ ജനതകളെ ദൈവം എന്തുകൊണ്ടാണ് നശിപ്പിക്കാനായിട്ട് പറഞ്ഞത് എന്ന് ന്യായമായിട്ടുള്ള ഒരു ചോദ്യം വരാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ 3:10, 24-14 ആ 7 ജാതികളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പൊ അവരെ, ആ ജാതികളെ നിർമൂലമാക്കി കളയണം. അതാണ് ദൈവം നൽകുന്നതായിരിക്കുന്ന കൽപ്പന. അവരോട് ഇസ്രായേൽ മക്കളെ ഉടമ്പടി ചെയ്യുകയോ അതുപോലെ കരുണ കാണിക്കുകയോ ചെയ്യാതെ നിശേഷം നിർമൂലമാക്കി കളയണം എന്ന് ദൈവം എന്തുകൊണ്ടാണ് കൽപ്പിച്ചത് എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. നിർമൂലമാക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയില് പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ആ ജാതിയെ സമൂലമായി ഇല്ലായ്മ ചെയ്യണം എന്ന നിലയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ടാണ് കനാന്യരായിരിക്കുന്ന ഈ ജാതികളെ നശിപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞത്? എന്തുകൊണ്ടാണ് നിർമൂലമാക്കണമെന്ന് ദൈവം പറഞ്ഞത്? അത് ആദ്യം പറഞ്ഞ ആ പ്രമാണങ്ങളോട് വളരെ യോജിക്കുന്നതായിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യം, കർത്താവ് അവരെ നിർമൂലമാക്കണം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കനാന്യരുടെ ദുഷ്ടത നിമിത്തമാണ് ദൈവം അവരെ നശിപ്പിക്കാനായിട്ട് കൽപ്പിച്ചത്. ആവർത്തന പുസ്തകത്തില് നമുക്കിത് കാണാം. ദൈവം അബ്രഹാമിനോട് കനാൻ ദേശം വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെ അമോര്യരുടെ അക്രമം ഇനിയും തികഞ്ഞിട്ടില്ല എന്ന് അബ്രഹാമിനോട് പറയുന്നുണ്ട്. ആ ദേശം അവർക്ക് വാഗ്ദത്തം ചെയ്ത അബ്രഹാമിനോട് പറയുന്നത്, ആ ദേശത്ത് വസിക്കുന്നതായിരിക്കുന്ന അമോര്യരുടെ അക്രമം ഇനിയും തികഞ്ഞിട്ടില്ല. അതുപോലെ അവിടെ ഉള്ളതായിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചും അതാണ് പറയുന്നത്. ആ കാലത്തുള്ളതായിരിക്കുന്ന സംസ്കാരങ്ങളിൽ ഏറ്റവും വഷളായ ജീവിതമായിരുന്നു കനാനിലെ 7 ജാതികൾ നയിച്ചിരുന്നത് എന്ന് കനാന്യ ജാതികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബൈബിളിൽ തന്നെ ചില സൂചനകൾ നമുക്ക് കാണാം. ആവർത്തന പുസ്തകം 9-4-5 വാക്യങ്ങളില് ആ ജാതികളുടെ ദുഷ്ടത നിമിത്തമത്രേ യഹോവ നിന്റെ മുമ്പിൽ നിന്ന് അവരെ നീക്കിക്കളയുന്നത് എന്നാണ് ഇസ്രായേലിനോട് പറഞ്ഞത്. അവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ ജാതികളുടെ ദുഷ്ടത നിമിത്തമാണ് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, നിങ്ങളുടെ ഔന്നത്യം കൊണ്ടല്ല അവരെ നീക്കുന്നത്, മറിച്ച് അവരുടെ ദുഷ്ടത, ആ ദുഷ്ടത കൊണ്ടാണ് അവരെ നീക്കിക്കളയുന്നത്. കനാന്യ ചരിത്രം പഠിച്ചാൽ തികഞ്ഞ ക്രൂരവും ദുഷ്ടത നിറഞ്ഞതുമായ വഷളത്വം നിറഞ്ഞതായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു കനാന്യരുടെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാവും. ദൈവം ഭൂമിയെ പ്രളയം കൊണ്ട് നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചപ്പോ ഭൂമിയെ നോക്കി പറഞ്ഞതായ പ്രസ്താവന ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂമി അതിക്രമം കൊണ്ടും വഷളത്വം കൊണ്ടും നിറഞ്ഞു എന്നാണ്. ദൈവം പറഞ്ഞു, ഇനി എന്റെ ആത്മാവ് മനുഷ്യരിൽ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ അതിക്രമത്തിൽ നിന്നും വഷളത്വത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ വാദിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ദൈവാത്മാവിന്റെ ശബ്ദം അവർ കേൾക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല. അവര് ആ വഷളത്വത്തിൽ തന്നെ തുടർന്നു. അവർക്ക് അനുതാപമോ മാനസാന്തരമോ ഉണ്ടായില്ല. അതുകൊണ്ട് ദൈവം ആ ജാതിയെ അല്ലെങ്കിൽ ആ ജനതയെ, ആ തലമുറയെ നശിപ്പിച്ചു കളയുവാനായിട്ട് തീരുമാനിച്ചു. ദൈവം ആ തലമുറ മേൽ ന്യായവിധി അയക്കുന്നു എന്നാണ് നമുക്ക് അവിടുന്ന് കാണുന്നത്. അതുപോലെ കനാന്യരുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ മക്കളെ അന്യദേവന്മാർക്ക് യാഗം കഴിക്കുന്ന രീതി അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാം. മോളേക്കിനും മറ്റും യാഗം കഴിക്കുക, അങ്ങനെയുള്ള ബിംബങ്ങൾ, ചുട്ടുപഴുത്തിരിക്കുന്ന ബിംബങ്ങളുടെ കരങ്ങളില് പിഞ്ചു കുഞ്ഞുങ്ങളെ വെച്ചുകൊടുത്ത് ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ നടത്തുന്നതായിരിക്കുന്ന യാഗപരിപാടികൾ, ലൈംഗികാതിക്രമത്തിന്റെ കാര്യത്തിൽ മതപരമായിരിക്കുന്ന വേശ്യാവൃത്തി, ലൈംഗിക ആരാധന
മൃഗീയമായ വിധത്തിലുള്ള മറ്റ് ക്രൂരകൃത്യങ്ങളൊക്കെ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറി. അവർക്ക് അതൊന്നും ഇനി വിട്ട് വരാനായിട്ട് കഴിയാതെ വണ്ണം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത്. അവർ അവരോടും മറ്റുള്ളവരോടും ക്രൂരമായും മൃഗീയമായും പെരുമാറുന്ന ഒരു സംസ്കാരമായിരുന്നു കനാന്യരുടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായി സകല ജാതികളെയും ന്യായം വിധിക്കുന്ന, സകല ജാതികളുടെയും ന്യായാധിപനായിരിക്കുന്ന ദൈവം അവരെ ന്യായം വിധിച്ചതാണ് യഥാർത്ഥത്തിൽ ആ 7 ജാതികളെ നിർമൂലമാക്കി കളയണം എന്ന് ഇസ്രായേലിനോട് പറയുമ്പോൾ അതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് അവരെ ന്യായം വിധിക്കുക എന്നുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം സകല ജാതികളുടെയും ന്യായാധിപനായിരിക്കുന്ന ദൈവമാണ്. ദൈവിക നിയമങ്ങൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കുന്ന ആളുകളെ ന്യായം വിധിക്കുന്നു. അങ്ങനെ ആ ന്യായാധിപനായിരിക്കുന്ന ദൈവം അവരെ ന്യായം വിധിച്ചു. മറ്റൊരു കാര്യം, മാനസാന്തരവും അനുതാപവും എന്ന് പറയുന്നത് കനാന്യരെ സംബന്ധിച്ച് അന്യമായിരുന്നു. ആവർത്തന പുസ്തകം 7-10 വാക്യത്തിൽ തന്നെ പകയ്ക്കുന്നവരെ നശിപ്പിപ്പാൻ അവർക്ക് നേരിട്ട് പകരം കൊടുക്കുന്നു. തന്നെ പകയ്ക്കുന്നവന് അവൻ താമസിയാതെ നേരിട്ട് പകരം കൊടുക്കുന്നു. കനാന്യരെ നശിപ്പിക്കുന്നതിനോട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് ദൈവം ഇത് പറയുന്നത്. അതായത് അവരെ നശിപ്പിക്കുന്നതിന് ഇസ്രായേലിനെ ചുമതലപ്പെടുത്തുന്നതിന് 400 വർഷത്തിലധികം അവർക്ക് മാനസാന്തരപ്പെടുവാനും അവർക്ക് അനുതാപത്തിൽ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് വരാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവം നൽകി. അവരുടെ ദൈവനിഷേധവും ദൈവവിരോധവും തിരുത്തപ്പെടാനാകാത്ത തരത്തിലുള്ള പാപമായി വർദ്ധിച്ചപ്പോഴാണ് ദൈവം അവരെ ന്യായം വിധിക്കുന്നത്. നമുക്കറിയാം, എന്നാൽ മാനസാന്തരപ്പെട്ടവരെ ദൈവം രക്ഷിക്കുന്നുണ്ട്. രാഹാബ് എന്ന വേശ്യ ദൈവത്തെ കുറിച്ച് കേട്ട് മാനസാന്തരപ്പെടുകയാണ്. ഇസ്രായേലിന്റെ ദൈവത്തെ വിശ്വാസത്താൽ അംഗീകരിച്ചു. അവളെ രക്ഷിക്കുന്ന ചരിത്രം നമ്മള് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച് കേട്ടതായിരിക്കുന്ന കനാന്യര് ഇസ്രായേലിനോട് യുദ്ധത്തിന് വരുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവരുടെ ഹൃദയം കഠിനപ്പെടുകയാണ്. മിസ്രൈമില് ദൈവം 10 ബാധകൾ അയച്ച് മിസ്രൈമിനെ ദൈവം ന്യായം വിധിച്ചത് നമുക്കറിയാം. അവസാനം ഫറവോന്റെ സൈന്യത്തെയും വെള്ളത്തിൽ ന്യായം വിധിച്ച് അവരെ നശിപ്പിച്ചു. അതിന് കാരണം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. അവർ മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തിന്റെ വാക്കുകൾക്ക് അവർ ചെവി കൊടുത്തില്ല. നിനിവേക്കാരെ പോലെ അനുദപിച്ചിരുന്നുവെങ്കിൽ ഈ കനാന്യരായിരിക്കുന്ന ആളുകളെ ദൈവം ശേഷിപ്പിക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ അവർ മാനസാന്തരപ്പെടുവാനോ അനുദപിക്കുവാനോ അവർ തയ്യാറായില്ല. അങ്ങനെ ഒരു സംസ്കാരമായിരുന്നില്ല, അങ്ങനെ ഒരു ജീവിത രീതി ആയിരുന്നില്ല അവരുടേത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ആ ജനതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സദാചാരത്തിന്റെ മേലുള്ള അർബുദ വ്യാധിയായിരുന്നു കനാന്യര്. ആവർത്തനം 20-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും സംഖ്യാപുസ്തകം 33-55 മുതൽ 56 വരെയുള്ള വാക്യങ്ങളും യോശുവയുടെ പുസ്തകം 23-12-13 വാക്യങ്ങളും നമ്മൾ വായിച്ചു നോക്കിയാൽ അവരുടെ തിന്മകൾ മറ്റ് സമൂഹങ്ങളിലേക്ക് അർബുദ വ്യാധി പോലെ പകരുന്ന തിന്മകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, അവരിലൊരു കുഞ്ഞു പോലും ശേഷിച്ചാൽ ഇസ്രായേലിനെയും മറ്റു മനുഷ്യരെയും വഷളത്വത്തിലേക്ക് നയിക്കത്തക്ക നിലയിൽ അവനൊരു വലിയ സ്വാധീന ശക്തിയായിട്ട് ലോകത്തിന്റെ നടുവിൽ വളരും. ദൈവം അത് അനുവദിക്കുന്നില്ല. വിഗ്രഹാരാധനയും വഷളത്വവും ദുഷ്ടതയും മറ്റ് സമൂഹങ്ങളെ സ്വാധീനിക്കാതിരിക്കാനായിട്ട് ഈ സമൂഹത്തെ ദൈവം ന്യായം വിധിക്കുകയാണ്. ഈ ജാതികളെ നശിപ്പിക്കാനും ന്യായം വിധിക്കാനും ദൈവം തീരുമാനിച്ചതുകൊണ്ടാണ് അവരെ നിർമൂലമാക്കി കളയണം എന്ന് ദൈവം പറയുന്നത്. അപ്പൊ ഈ കാരണങ്ങളൊക്കെയാണ് കനാന്യരെയും അതുപോലെ അതിനടുത്തതായിരിക്കുന്ന ജാതികളെയും ദൈവം ന്യായം വിധിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇവരെ മാത്രമല്ല, നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ച് പാപത്തിന്റെ വഴികളിലേക്ക് പോയപ്പോൾ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ദൈവം ഇസ്രായേലിനെ ന്യായം വിധിച്ചു എന്ന് നമുക്കറിയാം. അന്യദേശങ്ങളിലേക്ക് അടിമകളായി പോകുന്നതിനായിട്ട് ദൈവം അനുവദിച്ചു. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് ദൈവം പാപത്തെ വെറുക്കുന്നു, തിന്മയെ വെറുക്കുന്നു. അവർക്ക് മടങ്ങി വരുവാനുള്ള അവസരങ്ങൾ
അവർ ശരിയായ നിലയിൽ വിനിയോഗിക്കാതെ ഹൃദയം കഠിനപ്പെടുത്തുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ദൈവം ലോകത്തിൽ ഇടപെടുകയും ജനതകളെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു. അതാണ് ഇസ്രായേലിന്റെ ചരിത്രത്തില് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭാവിയിൽ മാനസാന്തരപ്പെടാത്തവരെ ദൈവം ന്യായം വിധിക്കും എന്നുള്ളത് ഒരു പാഠമായിട്ട് കൂടെ നമുക്ക് ഈ ചരിത്രത്തിലെ സംഭവങ്ങളെ കാണാൻ കഴിയും. മാനസാന്തരപ്പെടാത്ത ദുഷ്ടജനത്തെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുന്നതിനായിട്ട് യേശുക്രിസ്തു വരുന്നു എന്ന നിലയിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. അപ്പോഴുള്ളതായിരിക്കുന്ന സംഹാരവുമായി തുലനപ്പെടുത്തുമ്പോൾ ഇസ്രായേലിന്റെ വിശുദ്ധ യുദ്ധത്തിൽ സംഭവിച്ച സംഹാരം എത്രയോ ചെറുതായിരിക്കുന്ന ഒരു സംഹാരമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും വെളിപ്പാട് പുസ്തകം 19-ന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും ജനതകളെ ദൈവം ന്യായം വിധിക്കും. എതിർ ക്രിസ്തുവിനെ ദൈവം, അവന്റെ അനുയായികളെ ദൈവം ന്യായം വിധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഭൂമിയെ നേരോടെയും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കാനായിട്ട് അവൻ വരുന്നു എന്ന് 96-ാം സങ്കീർത്തനത്തിന്റെ 13-ൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ പഴയ പുതിയ നിയമങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിനോ ദൈവിക സ്വഭാവത്തിനോ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തെ അറിയുവാനും വിശ്വസിക്കുവാനും അനുഗ്രഹീതമായ പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള അവസരങ്ങളും അതിനുള്ളതായിരിക്കുന്ന സാധ്യതകളും നൽകിയിട്ടുണ്ട്. അതിനെ മനഃപൂർവ്വമായി അവഗണിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളെല്ലാം നിർമൂലമാക്കപ്പെടും എന്നുള്ളത് പഴയ പുതിയ നിയമങ്ങളിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു വസ്തുത കൂടെ ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കാം. പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ദൈവം പറയുന്ന വിശുദ്ധ യുദ്ധത്തിനുള്ള ആഹ്വാനം ഈ പുതിയ നിയമകാലത്ത് പ്രായോഗികമല്ല. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, സകല ജാതികൾക്കുമുള്ള രക്ഷാ ദിവസമാണിപ്പോൾ. സകല ജാതികൾക്കും രക്ഷ പ്രാപിക്കുവാനുള്ള സുപ്രസാദ കാലമായിട്ടാണ് ദൈവം ഈ കാലഘട്ടത്തെ വെച്ചിരിക്കുന്നത്. ഇതൊരു ന്യായവിധിയുടെ കാലഘട്ടമല്ല, ഇത് രക്ഷയുടെ കാലഘട്ടമാണ്. കർത്താവ് തന്നെ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ലോകത്തെ ന്യായം വിധിപ്പാൻ അല്ല വന്നത്, ഞാൻ ലോകത്തെ രക്ഷിപ്പാൻ അത്രേ വന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിന്റെ ആ രക്ഷാപരിപാടിയാണ് ഇപ്പോഴും തുടരുന്നത്. ആ രക്ഷാപരിപാടിയുടെ കാലഘട്ടത്ത് ജാതികളെ ന്യായം വിധിക്കുക, ശിക്ഷിക്കുക, നശിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ദൈവിക പരിപാടിയിൽപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ആ സമൂഹത്തെ ഉപയോഗിച്ച് ചുറ്റുമുള്ള ജാതികളെ ന്യായം വിധിക്കുന്ന രീതി ദൈവം ഇക്കാലത്ത് ചെയ്യുന്നില്ല. ഇക്കാലത്ത് സകല ജാതികൾക്കും രക്ഷയ്ക്കായിട്ടുള്ള അവസരവും വാതിലും ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടം കഴിയുമ്പോൾ ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 17:31 നമ്മൾ വായിക്കുന്നു. ഈ സുപ്രസാദ കാലം കഴിഞ്ഞ് ദൈവം ലോകത്തെ ന്യായം വിധിക്കും. ഇന്ന് ദൈവം സുവിശേഷം വഴി ഈ സുപ്രസാദ കാലത്ത് ആളുകൾക്ക്, സകല ജാതിയിലുമുള്ള എല്ലാ മനുഷ്യർക്കും രക്ഷ പ്രാപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഉള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പുതിയ നിയമം വ്യക്തമാക്കുന്ന കാര്യം. റോമാലേഖനത്തിൽ വായിക്കുന്നത് പോലെ മാനസാന്തരപ്പെടുവാനുള്ള ഈ ദീർഘശാന്തിയുടെ അവസരം ഹൃദയം കഠിനമാക്കാതെ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നത് നമുക്കറിയാം. ഇന്ന് ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്നും ദുഷ്ടനോട് എതിർക്കരുത് എന്നും കർത്താവ് പറയുമ്പോ ശത്രുക്കളും ദുഷ്ടനും ചെയ്യുന്ന കാര്യം ശരിയാണെന്നല്ല അതിന്റെ അർത്ഥം. അവർ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് കർത്താവ് അതിലൂടെ പറഞ്ഞിട്ടില്ല. മറിച്ച് ക്രിസ്തീയ പ്രതികരണത്തിന് കർത്താവ് വലിയ ഊന്നൽ അവിടെ നൽകുകയാണ്. ദുഷ്ടത പ്രവർത്തിക്കുന്നവരായ മനുഷ്യരോടും ശത്രുതയോടെ പെരുമാറുന്നവരായിരിക്കുന്ന ആളുകളോടും ക്രിസ്തീയ പ്രതികരണം എന്ന് പറയുന്നത് അവരെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഇന്നത്തെ ക്രിസ്തീയ പ്രതികരണം. അവരെ രക്ഷയിലേക്ക് നടത്തുവാൻ ആവശ്യമായിരിക്കുന്ന നിലയിലുള്ള പ്രതികരണത്തിന്റെ രീതി ഇന്ന് ആ നിലയിലാണ് ദൈവം വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം.
അപ്പൊ അതുകൊണ്ട് വിശുദ്ധ യുദ്ധത്തിനായിട്ടുള്ള ഒരു ആഹ്വാനം ഇക്കാലത്ത് ദൈവം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പരിപാടിയല്ല ദൈവം ഈ കാലത്ത് വെച്ചിരിക്കുന്നത്. മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള സുപ്രസാദ കാലമായിട്ടാണ് ഇതിരിക്കുന്നത്. ഈ കാലം എന്താണ്? മാനസാന്തരപ്പെടുവാൻ സകല മനുഷ്യരോടും ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞതുപോലെയുള്ള ഒരു കാലഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ പോലെയുള്ള വിശുദ്ധ യുദ്ധം ഇന്ന് ഒരു ജാതികൾക്കും പ്രായോഗികമായിരിക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഇസ്ലാമിന്റെ വിശുദ്ധ യുദ്ധവും ഇസ്രായേലിന്റെ വിശുദ്ധ യുദ്ധവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് രണ്ട് സമൂഹങ്ങളുടെയും യുദ്ധങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മതം മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സകല മതത്തിലുള്ള ആളുകളെയും യുദ്ധത്തിലൂടെ തങ്ങളുടെ മതത്തിലേക്ക് ചേർക്കുക എന്ന ആഹ്വാനമാണ് ഇസ്ലാം മതം നൽകുന്നത്. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രമാണമില്ല. ഇസ്രയേലിനെ സംബന്ധിച്ച് യുദ്ധം ചെയ്ത് തന്റെ മതത്തിലേക്ക് ചേർക്കാനുള്ള ആഹ്വാനമൊന്നും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. അവരുടെ യുദ്ധങ്ങളൊന്നും ആ നിലയിൽ ആയിരുന്നില്ല താനും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിന്റെ ന്യായപ്രമാണത്തെക്കാളും സുവിശേഷത്തെക്കാളും ശ്രേഷ്ഠമായ നിയമമാണ് അതിനുശേഷം വരേണ്ടതായിരിക്കുന്ന നിയമങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ വെളിപ്പെട്ടതായിരിക്കുന്ന ദൈവം, പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവം, പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയതിനേക്കാളും ഒരർത്ഥത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന നിയമങ്ങളാണ് പുതിയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നത്. ഇനി ഏതെങ്കിലും നിലയിൽ ദൈവം തന്റെ നിയമങ്ങൾ മനുഷ്യർക്ക് നൽകുന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന നിയമങ്ങളാണ് നൽകേണ്ടത്. അല്ലാതെ പഴയ നിയമത്തെക്കാൾ മോശമായിരിക്കുന്ന നിയമങ്ങൾ സമൂഹത്തിന് നൽകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മതങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും സത്യദൈവത്തിൽ നിന്നുള്ള പ്രമാണങ്ങളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പ്രമാണവും ലോകത്തിലുള്ള ഒരു ജാതികൾക്കും ദൈവം നൽകിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇസ്ലാം മതത്തിലുള്ളവർ ഒരുപക്ഷെ പറയുമായിരിക്കും, പഴയ നിയമത്തിൽ ദൈവം യുദ്ധം ചെയ്തതുപോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആ വാദമൊന്നും നിലനിൽക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഇത്രയും സമയവും ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിച്ചത്, കൊല ചെയ്യരുത് എന്ന കൽപ്പനയും നിർമൂലമാക്കണം എന്ന നിർദ്ദേശവും പരസ്പര വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയല്ല. ബൈബിളിന്റെ നിസ്തുല്യതയും ബൈബിളിന്റെ ഐക്യതയും അല്ലെങ്കിൽ ഐക്യവും നമുക്ക് മുറുകെ പിടിക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ഈ പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവ പരസ്പര വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ദൈവവചനം നമുക്ക് പൂർണ്ണമായിട്ടും നിസ്തുല്യമായിരിക്കുന്ന ഒരു ഏക ഗ്രന്ഥം എന്ന നിലയിൽ സ്വീകരിക്കാവുന്ന ഒന്നാണ്. ബൈബിളിന്റെ ഏകത നമുക്ക് അവഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പഴയ നിയമവും പുതിയ നിയമവും എല്ലാം ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ എന്ന നിലയിൽ ഏക ഗ്രന്ഥമായി നാം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും അതിന്റെ നിസ്തുല്യതയെ നാം മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന പ്രസ്താവനകൾ യഥാർത്ഥത്തിൽ പരസ്പര വിരുദ്ധമല്ല, പരപൂരകങ്ങളായി സ്ഥിതി ചെയ്യുന്ന വചനങ്ങളാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ നിലയിൽ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന എല്ലാ വേദഭാഗങ്ങളെയും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നതാണ്. ബൈബിളിന്റെ നിസ്തുല്യത ആ നിലയിൽ നമുക്ക് മുറുകെ പിടിക്കാനായിട്ട് സാധിക്കും. ദൈവവചനത്തിന്റെ നിസ്തുല്യതയും ഏകതയും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. ദൈവവചനം പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളും പുതിയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളും ഒരുപോലെ നമുക്ക് സ്വീകാര്യമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ നിലയിൽ അതിനെ അംഗീകരിക്കുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. വലിയവനായ ദൈവം ഈ ചിന്തകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വിഷയത്തിന്റെ വിശദീകരണം നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൊല്ലരുത് എന്ന കൽപ്പനയും നിർമൂലമാക്കണം എന്ന നിർദ്ദേശവും എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കേട്ടു. ഒന്ന് ദൈവത്തിന്റെ കൽപ്പനയും, രണ്ടാമത്തേത് ദൈവത്തിന്റെ ശിക്ഷയുമാണ്, ന്യായവിധിയുമാണ്.
അത് ദൈവത്തിന്റെ ന്യായമായ അല്ലെങ്കിൽ പാപം ചെയ്ത മനുഷ്യനെ, തെറ്റ് ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത് വൈരുദ്ധ്യമല്ല, ഇത് പരസ്പരം ചേർന്ന് പോകുന്ന കാര്യമാണ്, ദൈവത്തിന്റെ നീതിക്ക് ചേർന്ന് പോകുന്ന കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. അപ്പൊ ദൈവം നൽകിയ ജീവനെ എടുക്കുവാൻ ആർക്കും അനുവാദമില്ല. അതുപോലെ കൽപ്പന ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയും ആണ്. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവം അതാണ് നടപ്പാക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ജാതികൾ ഈ വിഷയത്തെ ഒരുപക്ഷെ നമ്മളോട് തർക്കിക്കുമ്പോൾ നമുക്ക് ന്യായമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുവാൻ ഈ അറിവുകൾ പ്രയോജനമാകട്ടെ എന്ന് നമുക്ക് ഓർക്കാം.